ഹലോ അസ്സലാമു അലൈക്കും. ഓരോ വീടിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് മോഡലൊക്കെ പഠിച്ചു വരുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നൊരു പുതുപുത്തൻ ഡിസൈനിലുള്ള വീടാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള തിരൂര് തലേക്കരയിലുള്ള നൗഫൽ ബിൻസിയ ദമ്പതികളുടെ മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഇരുനിലയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹാസം വ്ലോഗ്. ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് 7 സെന്റ് സ്ഥലത്ത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലാണ്. ഇരുനിലയിൽ വരുന്ന ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് 1270 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ ഫ്ലോർ വന്നിട്ട് 705 സ്ക്വയർ ഫീറ്റും ആണ് വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡിസൈൻ ആയാലും കളർ കോമ്പിനേഷൻ ആയാലും കിടിലൻ തന്നെയാണ്. ഒരു വൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വരുന്ന വീടിന്റെ ഷോ വാൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്താണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കിൽ മെയിൻലി എടുത്ത് പറയേണ്ടത് ആ വാളാണ് കേട്ടോ. അതിന് താഴെ ആയിട്ട് തന്നെ ചെറിയൊരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിന് മുറ്റൊക്കെ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ബേബി മെറ്റൽ ആണ് ഇട്ടിട്ടുള്ളത്. വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇനി സിറ്റ് ഔട്ടിൽ വന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 വുഡിന്റെ ചെയറും വരുന്നുണ്ട്. ഇവിടുത്തെ വാള് മൊത്തത്തിൽ ഒരു ടൈല് എന്ന് തോന്നിക്കും തരത്തിലുള്ള ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിൽ 3 വാളിലും സെയിം ഡിസൈൻ ആണ് വരുന്നത്. ഒരു വശത്തെ വാളിലായിട്ട് റൗണ്ട് റിംഗ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4.53 മീറ്റർ ലെങ്ത്തിലും 1.5 മീറ്റർ വിർത്തിലും ആണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വരുന്നത്. ഇനി ഫ്ലോറിലൊക്കെ നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് വരുന്നത്. കൂടാതെ ഇവിടുത്തെ സീലിംഗിൽ വന്നിട്ട് മൊത്തത്തിൽ വുഡിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഇടക്കായിട്ട് സ്പോക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കൂടാതെ 2 വശത്തെ വാളിലും നല്ല ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ഇനി അകത്തേക്കുള്ള ഡോർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. ഹാൻഡിലെസ് സ്റ്റീൽ ആണ് വന്നിട്ടുള്ളത്. ഒരു നോർമൽ ഡിസൈനിലാണ് നമ്മുടെ ഡോർ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറില്ലേ. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലിവിംഗ് ഏരിയയുടെ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട് അടിപൊളിയാണ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സോഫ വരുന്നത്. നീളത്തിൽ ഒരു ഗ്രീൻ കളർ സോഫയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വശത്തെ വാള് നോക്കുകയാണെങ്കിൽ 3 സിംഗിൾ വിൻഡോ ആണ് കേട്ടോ വരുന്നത്. 3ലും സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്തായിട്ട് വുഡൻ ലൂവേഴ്സ് വെച്ചിട്ടും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്കിലായിട്ട് TVനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് ഷെൽഫും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ TV യൂണിറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഒരു വുഡിന്റെ 3 സീറ്റർ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിംഗ് ഏരിയ വന്നിട്ട് 4.5 മീറ്റർ ലെങ്ത്തിലും കൂടാതെ 3.6 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ 2 ഡിഫറെന്റ് ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഒന്ന് വന്നിട്ട് നീളത്തിൽ വുഡിന്റെ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
വരുന്ന രണ്ടാമത്തെ ഈ ഡിസൈൻ ആണ് കേട്ടാ. അതിനിടക്കായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഡൈനിങ് ഹാൾ ഒക്കെ നോക്കല്ലേ. അതിനു മുന്നേ ലിവിംഗ് ഏരിയനെയും ഹാളിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഒരു വുഡിന്റെ ട്രയാങ്കുലർ ഷേപ്പിൽ വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാളിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക്. വളരെ മനോഹരമായിട്ട് സീലിംഗിലായാലും ഫർണിച്ചർ ആയാലും ഒത്തിരി ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൾ തന്നെയാണിത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ പാർട്ടീഷൻ വാളിനോട് ചേർന്നിട്ട് ആ ഹാളിലായിട്ടും ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. ഇതിലെ കൗതുകം എന്തെന്നാൽ സ്റ്റോറേജ് സ്പേസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ സിറ്റിംഗ് ഏരിയന്റെ താഴ്ഭാഗത്ത് നല്ല ഭംഗിയിലുള്ള ഒരു കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്ത് കാണുന്ന ആ ഡോറില്ലേ, അത് പുറത്തേക്കുള്ളതാണേ. അതവിടെ നിൽക്കട്ടെ. ആ വാളിലായിട്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽക്കും മുകളിലത്തെ ഫ്ലോറിൽക്കും വെട്ടം വെളിച്ചൊക്കെ കിട്ടുന്ന തരത്തിൽ വലിയൊരു ഗ്ലാസ് വിൻഡോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ വരുന്നത്. അത്യാവശ്യത്തിന് വലിയൊരു ടേബിൾ ആണ് കേട്ടോ ഇത്. ടേബിൾ ടോപ്പിൽ വന്നിട്ട് ഒരു മാർബിൾ ടൈപ്പ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ചെയർ ഒക്കെ വന്നിട്ട് ഒരു വെറൈറ്റി ഡിസൈനിൽ വുഡിന്റെ ചെയർസ് ആണ്. ഇനി നമുക്ക് ഈ ഹാളിലത്തെ സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോയറിലെ സീലിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് വന്നിട്ട് നല്ല ഭംഗിയിൽ കുഞ്ഞു ഡിസൈൻ കൊടുത്തിട്ട് അതിനിടയ്ക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വന്നിട്ട് 3 ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കൂടാതെ നമ്മളെ ടേബിളിന്റെ നേരെ മുകളിലായിട്ട് വരുന്ന സീലിംഗിൽ നോക്കിയാലും വുഡ് ആൻഡ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സീലിംഗിന്റെ ഭംഗി നമുക്ക് ഒന്നുകൂടെ മുകളിൽ ചെന്നാ കാണാട്ടാ. ഇനി ഈ കാണുന്നത് കിച്ചന്റെ ഡോറാണ് കേട്ടോ. ആ വാളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ട്. അതിനോടൊക്കെ ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് സ്പേസ് വരുന്നത്. വളരെ മനോഹരമായ ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള വാഷ് ഏരിയ ആണ് കേട്ടോ ഇത്. മൊത്തത്തിൽ ലുക്കൊക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. വാഷ് സ്പേസിന്റെ മുകളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ടൊരു മിററും വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ബാക്ക് വാളിൽ നല്ല ഭംഗിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ് ബേസിന് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ. ഈ വാഷ് ഏരിയയിൽ നല്ല മാച്ച് ആവുന്നുണ്ട്. വാഷ് സ്പേസിന്റെ താഴെ വന്നിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് വുഡൻ ലൂവേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ കയറി വരുന്നോടത്ത് തന്നെയാണ് ബാത്റൂം വരുന്നത്. റൂമിൽ നോക്കുമ്പോൾ ആദ്യം ഫാമിലി കോട്ട് വരുന്നുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് വന്നിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഹെഡ് കോട്ടിന്റെ ബാക്ക് വോൾ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ബ്ലാക്ക് ലൈൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ 2 വശത്തായിട്ടും സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് കോട്ടിനോട് മാച്ച് ആവുന്ന തരത്തിൽ 2 ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തെ വോളില് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. വിൻഡോസിലൊക്കെ വരുന്നത് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ്. കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു നോർമൽ വാൾഡ്രോബ് ആണ്. ഇനി ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിൽ ഫുൾ ആയിട്ട് ടൈല് കൊടുത്തിട്ടാണ്. ഫ്ലോറിലും ഗ്രീൻ കളർ ടൈൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിനും കാണാം. ഇനി ഹോളിൽ തന്നെ വരുമ്പോ പുറത്തേക്ക് ഒരു ഡോർ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തായിട്ടും ജനലും നടുക്ക് വുഡിന്റെ ഡബിൾ ഡോർ ആണ്. നമുക്ക് ഒഴിവ് സമയത്തൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡിന്റെ 3 സീറ്റർ ചെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലൊക്കെ ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഐഡിയയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം വന്നിട്ടും ആദ്യത്തെ ബെഡ്റൂമിനോട് ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടാ. ആദ്യം ഫാമിലി കോട്ട് വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഹെഡ് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ബാക്ക് വാൾ വന്നിട്ട് ഒരു യെല്ലോ കളർ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ബ്ലാക്ക് ലൈൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതിന് താഴെയും സിംഗിൾ ഷെൽഫും കാണാം. ഇനി മറ്റേ വശത്തെ വാളിലും ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസിലും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ്. ഇനി മറുവശത്തെ വാളിലായിട്ട് ഒരു ചെറിയ വാൾഡ്രോപ്പ് വരുന്നുണ്ട്. ഡബിൾ ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോ കണ്ട 2 ബെഡ്റൂമിലും സീലിംഗിൽ ലൈറ്റ്സ് അല്ലാതെ വേറെ വർക്ക്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ വാൾഡ്രോബ് ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളറിൽ ഫുൾ ആയിട്ട് ടൈല് വരുന്നുണ്ട്. കൂടാതെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ. ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. കിച്ചണിന്റെ ഡോർ വന്നിട്ട് വുഡിന്റെ സിംഗിൾ ഡോറിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും ആണ് കേട്ടോ ഈ മോഡേൺ കിച്ചൺ വരുന്നത്. ഇനി കിച്ചണിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട്. ഫ്രണ്ടിൽ തന്നെ 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കുഞ്ഞു ടേബിൾ വരുന്നുണ്ട്. വുഡിന്റെ കുഞ്ഞു ചെയേഴ്സും കാണാം. സ്റ്റോറേജിന് വളരെ പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടത്. എൽ ഷേപ്പിലെ സ്ലാബ് വാർത്ത് റാക്ക് പണിതിട്ടുണ്ട്. അതിന് താഴെ മൊത്തത്തിൽ കബോർഡ് കൊടുത്തിട്ടാണ്. ഈ റാക്കിന്റെ അവിടെ ഒരു കുഞ്ഞു പോർഷനിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലായിട്ടും സ്ലാബ് വാർത്ത് റാക്ക് കൊടുത്തിട്ട് അതിന് താഴെ മുകളിലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ കബോർഡ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി വർക്ക് ഏരിയ നോക്കാം. ഏകദേശം 3 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും തന്നെയാണ് കേട്ടോ ഈ വർക്ക് ഏരിയയും വരുന്നത്. അവിടെ വന്നിട്ട് ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത്. അതിന്റെ താഴ്ഭാഗത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിന്റെ മുകൾ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. സൈഡിലെ വാളിലായിട്ട് ഒരു കുഞ്ഞു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്റ്റോർ റൂം വരുന്നത്. അത്യാവശ്യത്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന സ്റ്റോർ റൂം ആണ് കേട്ടോ ഇത്. സ്റ്റോർ റൂമിന്റെ വാളിലായിട്ട് മുകളിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് വരുന്നത്. താഴ്ഭാഗത്ത് വിറകൊക്കെ വെക്കാനുള്ള സ്പേസും കാണാം. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു റാക്ക് തന്നെ വാഷ് ഏരിയക്ക് വേണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്ലാബ് വാർത്തിട്ട് താഴ്ഭാഗത്ത് മൊത്തത്തിൽ കബോർഡ്സ് കൊടുത്തിട്ടാണ്. സിങ്കിന് മുകളിലായിട്ട് ഒരു കുഞ്ഞു പാത്ര സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. കിച്ചണിലെ സീലിംഗ് ആയാലും വർക്ക് ഏരിയയിലെ സീലിംഗ് ആയാലും ലൈറ്റ്സ് അല്ലാതെ വേറെ ഡിസൈൻ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ചെയ്തിട്ടുള്ള ഈ മോഡേൺ കിച്ചൺ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. ആദ്യം സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ മാർബിൾ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ്. ഇതിന്റെ ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ നമ്മുടെ സ്റ്റെയറിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയറിന്റെ എഡ്ജിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റ് കൊണ്ട് തന്നെ ഓരോ സ്റ്റെയറും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് നീളത്തിൽ വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രകാശം ലഭിക്കാൻ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ അവിടുത്തെ സീലിംഗിലായിട്ട് സിമ്പിൾ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് എത്തിയാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക്. ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് 2 ബെഡ്റൂം ആണ് കേട്ടോ.
നമ്മള് മുകളിലെത്തിയാൽ ആദ്യം തന്നെ നമ്മളെ കണ്ണു പോവുക താഴെ ആ ഡൈനിങ് ഹാളിന്റെ സീലിംഗിൽ കണ്ട ആ ഡിസൈനിലാണ് കേട്ടോ. എന്ത് ഭംഗിയിലാ ചെയ്തിക്കണെന്നറിയോ? ആ ഹാങ്ങിങ് ലൈറ്റിന്റെ ഭംഗി ശരിക്കും ഇവിടുന്ന് എടുത്ത് കാണിക്കുന്നുണ്ടേ. ഇനി ഈ ഒരു വശത്തായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് വാർത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റഡി പർപ്പസിനും അയൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് മെറ്റീരിയൽ കീപ്പ് ചെയ്യാൻ തരത്തിൽ സ്പേസ് വരുന്നുണ്ട്. ഇനി ടേബിളിന് താഴെയും 2 കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ചെയറും കാണാം. ഇനി ഈ ഒരു വാളിലായിട്ടും വെളിച്ചൊക്കെ കിട്ടാവുന്ന തരത്തിൽ ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ഈ റൂം നോക്കുകയാണെങ്കിൽ ഒരു പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. കേറി വരുന്നോട് തന്നെയാണ് ബാത്റൂം വരുന്നത്. ഇനി കോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡിൽ ഫാമിലി കോട്ടാണ്. ഹെഡ് ബോർഡിന്റെ 2 വശത്തായിട്ടും ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ ബാക്ക് വാൾ വന്നിട്ട് ഒരു യെല്ലോ കളർ പെയിന്റ് ആണ് കേട്ടോ വരുന്നത്. ഇവിടുത്തെ വിൻഡോസിലൊക്കെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റൂമിലെ വാൾഡ്രോബ് നോക്കുകയാണെങ്കിലും പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു ക്യൂട്ട് വാൾഡ്രോബ് ആണ് കേട്ടോ. മുകളിലത്തെ റൂമിലായാലും സീലിംഗിൽ ലൈറ്റ്സ് അല്ലാതെ മറ്റു വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ഷോവാളിലൊക്കെ വന്നിട്ട് ഒരു ഗ്രേ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ ടൈലും വരുന്നുണ്ട്. കൂടാതെ ഫ്ലോറിലും ഈ ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിനും കാണാം. ഈ വീട്ടിൽ മൊത്തത്തിൽ 4 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അതിൽ 4ാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത്. അത് വന്നിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. കോട്ട് വന്നിട്ട് ഫാമിലി കോട്ടാണ്. ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഓഫ് വൈറ്റ് കളറിൽ ഒരു വുഡിന്റെ ഡിസൈനും വരുന്നുണ്ട്. ബാക്ക് വാൾ നോക്കിയാൽ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റ് വന്നിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിലുള്ള കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ വിൻഡോസിലും കർട്ടൻസ് വന്നിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ഇനി ഇവിടുത്തെ വാൾഡ്രോബ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2ാമത്തെ റൂമിൽ കണ്ട സെയിം വാൾഡ്രോബ് ആണ് കേട്ടോ. ഓഫ് വൈറ്റ് കളർ തീമിലാണ് വരുന്നത്. പക്ഷെ ഡബിൾ ഡോർ വരുന്ന ഒരു ചെറിയ വാൾഡ്രോബ് ആണ്. ഇനി ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ ഉള്ള വാഷ് ബേസിൻ ഒക്കെ വരുന്ന ഒരു ബാത്റൂം ആണ്. ടൈലിന്റെ കളർ വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഫുൾ ആയിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാൽക്കണിയിൽ വന്നാൽ സിമ്പിൾ ആയിട്ട് ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഫുൾ ആയിട്ട് വൈറ്റ് കളർ ആണ് വരുന്നത്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു സൈഡിലെ വാളിലായിട്ട് ഒരു റൗണ്ട് റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിൽ കുറച്ച് പോർഷൻ ടൈലിട്ടിട്ടാണ് കേട്ടോ. ബാക്കി ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത്. ടെറസിന്റെ എൻഡിലായിട്ട് റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ചാനലിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.